ഇതെന്തൊരു മറിമായം. കാലത്ത് നോക്കിയപ്പോ 60 ഉച്ചയ്ക്ക് നോക്കിയപ്പോ 61. ഇപ്പൊ എന്താ 62 ഇതെന്തൊരു മറിമായം. ഇങ്ങനെയൊന്നും അല്ല ഉമ്മ വെയിറ്റ് ചെക്ക് ചെയ്യേണ്ട രീതി. വെയിറ്റ് ചെക്ക് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ വെയിങ് മെഷീന്റെ കംപ്ലൈന്റ് ആണ്. ഒരിക്കലും വെയിങ് മെഷീന്റെ കംപ്ലൈന്റ് അല്ല. കാരണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന രീതി തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. എന്തെന്നല്ലേ, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഡൈജഷൻ കിട്ടാതെ വെയിറ്റ് ചെക്ക് ചെയ്യുന്നത് മസിൽ സോർനെസ് ഉള്ളപ്പോൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ട് പിന്നെ വാട്ടർ കൺസംഷൻ അധികം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെയിങ് മെഷീൻ റോങ് ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ എപ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യുന്നോ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ രാവിലെ വെറും വയറ്റിൽ ബാത്റൂമിലൊക്കെ പോയ ശേഷം വെള്ളം കുടിക്കാതെയാണ് വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത്. വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സെയിം ഡ്രസ്സിലായിരിക്കണം വെയിറ്റ് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വീക്ക്ലി വൺസ് മാത്രം വെയിറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പാടില്ലാത്ത സമയങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ ചീറ്റ് മീൽ എടുക്കുമ്പോഴോ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടോ അതോ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു ഉറക്കം കിട്ടാത്ത ടൈമിലോ നിങ്ങൾ പിറ്റേ ദിവസം വെയിറ്റ് ചെക്ക് ചെയ്യാതിരിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വെയിറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ്, നിങ്ങൾക്ക് പീരീഡ്സ് വരാറാവുമ്പോഴോ ഇല്ലെങ്കിൽ പീരീഡ്സ് ടൈമിലോ നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ച് കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ഇൻക്രീസ് ആയേ കാണിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് മനസ്സിലായില്ലേ?